ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം കാണിച്ചു തരാൻ പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തിയാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പ്ലസ് ഐക്കൺ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യാം. പ്ലസ് ഐക്കൺ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഞാനിവിടെ പ്ലസ് ഐക്കൺ കാണിച്ചു തരുന്നുണ്ട്. ഇതാണ് പ്ലസ് ഐക്കണ്. അവിടെ ക്ലിക്ക് ചെയ്യാം. പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോറി എന്ന് പറയുന്നിടത്ത് പോവുക. സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് കാണും. ആ സ്റ്റോറി എന്ന് പറഞ്ഞതിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് ഏത് ഫോട്ടോയാണ് സ്റ്റോറി ഇടേണ്ടതെന്ന് പറഞ്ഞാൽ സ്റ്റോറി ഇതാക്കാം. എന്നിട്ടതിന് ശേഷം നിങ്ങൾക്ക് എഫക്റ്റായിട്ടും വേണമെന്നുണ്ടെങ്കിൽ എഫക്റ്റ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ സോങ്ങിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കളർ നല്ല എഫക്റ്റ് വേണമെങ്കിൽ എടുക്കാം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിക്കറിൻ്റെ ഒരു ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ടെക്സ്റ്റ് എഴുതാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസാണ്. ഇപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്യുന്ന ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് അത്. സേവ് എന്ന് പറഞ്ഞതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതെങ്ങനെയാണ് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. എങ്ങനെയാണ് ഇത് ഇടേണ്ടത് എന്നാണ് നോക്കേണ്ടത്. അതിനായിട്ട് ഇവിടെ പോവുക. ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തന്നതിലാണ് പോകേണ്ടത്. ഇവിടെയാണ് പോകേണ്ടത്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ പോകേണ്ടത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ അത് സേവ് ആവുന്നതാണ്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഷെയർ എന്നിടത്ത് ക്ലിക്ക് ചെയ്താലാണ് ഷെയർ ആകുക. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിൻ്റെ അടുത്തുള്ള ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.